ശ്മശാനത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. കൊല്ലപ്പെട്ട ലക്ഷ്മിയുടെ സംസ്കാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. ചിതയിലേക്ക് മൃതദേഹം കയറ്റി അങ്ങനെ സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയുടെ സംസ്കാരമാണിപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. രണ്ടിടങ്ങളിലായിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, ലക്ഷ്മിയുടെ മൃതദേഹമാണിപ്പോൾ സംസ്കരിച്ചിരിക്കുന്നത്. ചടങ്ങുകളെല്ലാം അവിടുത്തെ പൂർത്തിയായല്ലേ? പ്രതീക്ഷ വാക്കാവ് പഞ്ചായത്ത് ശ്മശാന ഹാളിലാണ് ലക്ഷ്മിയുടെ മൃതദേഹം കൊണ്ടുവന്നത്. ലക്ഷ്മിയുടെ മകൻ സുരേഷാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. ഇവിടുത്തെ വാതക ശ്മശാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ അല്പം മുമ്പ് പൂർത്തിയായത്. വാക്കാവ് ശ്മശാനത്തിൽ ലക്ഷ്മിയുടെ മൃതദേഹം ഇവിടെ എത്തിച്ചു. ലക്ഷ്മിയുടെ മകൻ സുരേഷ് സംസ്കാര ചടങ്ങുകൾ നടത്തി. ഇപ്പോൾ ആ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയായിരിക്കുന്നു. ബന്ധുക്കളും മറ്റുമൊക്കെ ഇവിടെ നിന്ന് പോയി. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ അകലെയാണ് അടുത്ത ശ്മശാനം. അവിടെയാണ് സുധാകരന്റെ സംസ്കാരം നടക്കുക. ഇപ്പോൾ സുധാകരന്റെയും സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ അത്യന്തം വൈകാരികമായിരുന്നു ശ്യാം പ്രസാദ്. നേരത്തെ നമ്മൾ കണ്ട ദൃശ്യങ്ങൾ അവർക്കൊക്കെ അവരെ സംബന്ധിച്ചോളം താങ്ങാൻ കഴിയാത്ത വിധമാണ് ഈ 2 പേരുടെ വിയോഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ നാട്ടുകാരുടെയൊക്കെ തന്നെ വലിയ സാന്നിധ്യം അവിടെയും ഉണ്ടായിരുന്നോ? നാട്ടുകാരുടെ ഒരു വലിയ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം പ്രിയപ്പെട്ട ആളുകളായിരുന്നു. ഈ ലക്ഷ്മി ആയാലും സുധാകരനായാലും അവരുടെ മക്കളായാലും അവരെല്ലാവരും പറയുന്നത് ഇനി ആ മക്കൾക്ക് ആര് എന്ന ഒരു ചോദ്യമാണ്. അവരുടെ അമ്മയെ കൊലപ്പെടുത്തി അതിനുശേഷം തിരികെ എത്തി അവരുടെ അച്ഛനെയും മുത്തശ്ശിയെയും കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ അനാഥമായിരിക്കുന്നത് ആ 2 പെൺകുട്ടികളാണ്. സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയുടെ മൃതദേഹമാണിപ്പോൾ സംസ്കരിച്ചത്. നെന്മാറ ശ്മശാനത്തിൽ സംസ്കരിച്ചു. മറ്റ് ഒരിടത്താണ് സുധാകരൻ്റെ സംസ്കാരവും നടന്നിരിക്കുന്നത്. 2 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തീകരിച്ചിരിക്കുകയും എല്ലാ നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണിപ്പോൾ സംസ്കാരങ്ങൾ 2 പേരുടെയും നടന്നിരിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട നമ്മൾ കാത്തിരിക്കുന്നത് പ്രതി എവിടെ എന്ന ചോദ്യമാണ്. അതാണ് പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ ലീഡ് ചെറിയൊരു ലീഡായി പോലീസിനെ സംബന്ധിച്ചോളം നമുക്ക് ലഭ്യമാകുന്നത് ക്വാറിയിൽ പരിശോധന നടത്തി. നേരത്തെ പ്രതിയുടെ മൊബൈൽ ഫോൺ സിം ഓണായിരിക്കുന്നു. കോഴിക്കോട് തിരുവമ്പാടിയിൽ വെച്ചാണ്. അപ്പോൾ അവിടെ നേരത്തെ കുറച്ചു കാലം ക്വാറിയിൽ സുരക്ഷാ ജീവനക്കാരനായി ഈ ചെന്താമര എന്ന പ്രതി ജോലി ചെയ്തിരുന്നു. അവിടേക്ക് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ചെന്താമരയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, അവരുടെ ബന്ധുക്കൾ, ഇവരെയൊക്കെ തന്നെ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. സംസ്ഥാനം വിട്ടുപോകാനുള്ള സാധ്യതയൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള എല്ലാ അലർട്ടുകളും സംസ്ഥാനത്തും സംസ്ഥാനത്തിൻ്റെ അതിർത്തികളിലുമൊക്കെ തന്നെ കേരള പോലീസ് നൽകിയിട്ടുണ്ട്. കേരള പോലീസിനെ സംബന്ധിച്ചോളം ഭൂലോകത്ത് എവിടെ പോയി ഒളിച്ചാലും പിടിക്കുക, അവിടെ പോയി കീഴടക്കുക പ്രതികളെ എന്ന പ്രത്യേക വൈദഗ്ധ്യം ഉള്ളതുകൊണ്ട് നമുക്ക് കേരള പോലീസിനെ വിശ്വസിക്കാം. അല്പസമയത്തിനകം എന്തെങ്കിലും ഒരു ലീഡ് കേരള പോലീസിൻ്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയുമോ? കാരണം 24 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഒറ്റ പ്രതിയേ ഉള്ളൂ. ആ പ്രതിയെ പിടികൂടുക. 2019 പ്രതി 5 നാൾ ഇങ്ങനെ പോലീസിനെ വട്ടം കറക്കിയതാണ്. അന്ന് ഉൾപ്രദേശങ്ങളിൽ പോയി ഒളിവിൽ പാർക്കുകയായിരുന്നു. പിന്നീടാണ് പോലീസിന് അദ്ദേഹത്തെ പിടികൂടാൻ കഴിഞ്ഞത്. ആ സാഹചര്യത്തിൽ എവിടേക്കും ഈ പ്രതി പോകാം. ഏത് രീതിയിലും വേഷം മാറി സഞ്ചരിക്കാൻ കഴിവും സാമർഥ്യവുമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് നന്നായി പരിശ്രമിക്കുന്നുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമൻ നൽകും അവിടുത്തെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ. ശ്യാമ, 2 മൃതദേഹങ്ങളും സംസ്കരിച്ചു അല്ലേ? 2 മൃതദേഹങ്ങളും സംസ്കരിച്ചു. സംസ്കാരം പൂർത്തിയായിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ ഒരു മൃതദേഹം വക്കാവ് ശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. വക്കാവ് പഞ്ചായത്ത് ശ്മശാനത്തിലാണ്. മറ്റൊന്ന് ഇലവഞ്ചേരി ശ്മശാനത്തിലാണ്. ഈ വക്കാവ് ശ്മശാനത്തിൽ ലക്ഷ്മിയുടെയും ഇലവഞ്ചേരി ശ്മശാനത്തിൽ സുധാകരന്റെയും മൃതദേഹം സംസ്കരിച്ചു. ലക്ഷ്മിയുടെ മകൻ സുരേഷാണ് ഈ വക്കാവ് ശ്മശാനത്തിൽ ചിതയ്ക്ക് തീ കൊളുത്തിയത്. ആ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളെ ഏറെ വേദനിപ്പിക്കുന്ന 2 മരണമാണ് ഉണ്ടായത്. അവരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഉറ്റവരായിട്ടുള്ള അവർക്ക് ഇനി ആര് തുണ എന്ന ചോദ്യത്തിന് അതൊരു ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ആ വീട്ടിലെ 2 പേരെ ഒറ്റ ദിവസം കൊണ്ട് കൊലപ്പെടുത്തി. അവരുടെ അമ്മയെ കൊലപ്പെടുത്തിയ അതേ ആൾ തന്നെ ജയിലിൽ നിന്ന് ജാമ്യത്തിലിറങ്ങി വീട്ടിൽ വന്ന്
ഒരു കരുണയും ദാക്ഷിണ്യവുമില്ലാതെ രീതിയിലായിരുന്നു ആ കൊലപാതകം നടത്തിയത്. ഇപ്പോഴും ആ പ്രതിക്ക് വേണ്ടിയുള്ള ആ തിരച്ചിൽ തുടരുകയാണ്. ആ രണ്ട് മക്കളും പറയുന്നുണ്ട്, പേടിയോടെയാണ് ഞങ്ങൾ ജീവിച്ചത്. കാരണം പലതവണ പല ഘട്ടങ്ങളിലായിട്ട് അവർ പരാതി പറഞ്ഞു. നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് പരാതി നൽകി. ആ പരാതിയിലൊന്നും പോലീസിന് കൃത്യമായ ഒരു ഇടപെടലോ മറ്റും എടുത്തിരുന്നെങ്കിൽ ഈ ചെന്താമരയെ പോലീസിന് പക്ഷേ ജയിലിലേക്ക് വീണ്ടും അയക്കാൻ കഴിയുമായിരുന്നു. കാരണം ഈ പോത്തുണ്ടി പ്രദേശത്തേക്ക് വരരുത് എന്നത് ആ ജാമ്യ വ്യവസ്ഥയിലുണ്ടായിരുന്നു. ആ ജാമ്യ വ്യവസ്ഥ പോലും ലംഘിച്ചുകൊണ്ടാണ് അയാൾ ഇവിടെ വിരഹിച്ചത്. എന്നിട്ട് പോലും പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെട്ടില്ല. ആ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ രണ്ട് ജീവനുകൾ പൊലിയില്ലായിരുന്നു. അത് സംബന്ധിച്ച് ഈ ചെന്താമര പോത്തുണ്ടിയിൽ സ്വന്തം വീട്ടിൽ താമസിച്ചത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചാണ് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരെ ഒരു നടപടി എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ ഏറ്റവും ഉറ്റവരായിട്ടുള്ള രണ്ട് പേർ, ആ പെൺകുട്ടികളുടെ പ്രായം പോലും നാം കണക്കാക്കണം. തീരെ ചെറിയ ഒരു പ്രായത്തിലാണ് അവർക്ക് അച്ഛനും അമ്മയും മുത്തശ്ശിയും നഷ്ടമായിരിക്കുന്നത്. ആ കുടുംബത്തിൽ ഇനി ആരുമില്ല, അവർക്കാരും തുണയില്ല. അവരുടെ കണ്ണീരിനും ഇനി ആര് കാണും, അല്ലെങ്കിൽ അതിന് ഒരു മറുപടി ഇനി ആർക്ക് നൽകാനാകും? തീർച്ചയായിട്ടും അതൊരു ചോദ്യമായിട്ട് തന്നെ ഈ നാടിനെ മൊത്തം ഉള്ളിലേക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ്. നാടും നാട്ടാരും ഒന്നടങ്കം പറയുന്നുണ്ട്. ആ പെൺകുട്ടികൾ പലതവണ പലവട്ടം പറഞ്ഞതാണ്. ആ പെൺകുട്ടി തന്നെ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് വരാൻ പേടിയായിരുന്നു, അത്രയേറെ ഭീഷണിയും മറ്റുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും കൃത്യമായ രീതിയിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല. ഒരുപക്ഷെ ആ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ രണ്ട് ജീവനുകൾ പൊലിയില്ലായിരുന്നു. ഇന്നിപ്പോൾ രണ്ടുപേരുടെയും സംസ്കാരം രണ്ടിടങ്ങളിലായി നടത്തിയിരിക്കുന്നു. ഇലവഞ്ചേരിയിൽ സുധാകരന്റെ സംസ്കാരവും അതോടൊപ്പം തന്നെ വക്കാവ് ലക്ഷ്മിയുടെയും ആ മൃതദേഹം സംസ്കരിച്ചിരിക്കുന്നു. ഇനി ആ കുടുംബത്തിന്റെ വെളിച്ചങ്ങളെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. ആ രണ്ട് പെൺകുട്ടികൾ ഇപ്പോൾ ഇരുട്ടിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു. ഇനി അവരെ ആര് സംരക്ഷിക്കും, അല്ലെങ്കിൽ അവർക്ക് ആര് തുണ എന്നതൊക്കെ വലിയൊരു ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും പ്രതിയെ പിടികൂടിയിട്ടില്ല. പേടിയോടുകൂടി തന്നെയാണ് അവർ ഓരോ നിമിഷവും അവിടെ കഴിയുന്നതെന്നാണ് അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രതീക്ഷ